ഉണ്ട ചോറിന് നന്ദി കാട്ടുന്ന വിനീതദാസിയായിട്ടുള്ള പരുത്തിക്കുരുവിനെ കണ്ടിട്ടുണ്ടോ? എന്താ വിനയം, എന്താ ക്ഷമ! സ്വന്തം സ്ഥാപനത്തിലെ സഹപ്രവർത്തകനെ കോൺഗ്രസ്സുകാർ കയറി ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ പരസ്യമായിട്ട് അവഹേളിച്ചാലും വായ് തുറക്കാതെ മുഴുവൻ അനുസരണയോടുകൂടി കേട്ടിരിക്കുന്ന അടിമക്കണ്ണിയായിട്ടുള്ള പരുത്തിക്കുരു കണ്ടേ. ജനാധിപത്യ മര്യാദയുടെ ഭാഗമായി ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ചാനലിൽ വന്ന് പറഞ്ഞിട്ടാകാൻ ഞങ്ങളുടെ തീരുമാനം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഔദ്യോഗികമായി പാർട്ടിക്ക് വേണ്ടി തന്നെ പറയുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഏറ്റവും അധികം ഉപദ്രവിച്ചത്, ഒരു കാരണവുമില്ലാതെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലാണ്. ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓരോ വാർത്തകളും തുടക്കം മുതൽ അവസാനം വരെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തെല്ലാം ദോഷമുണ്ടാക്കാൻ കഴിയുമോ അതെല്ലാം ഉണ്ടാക്കുന്ന നിലയിലായിരുന്നു നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ നടപടികൾ, നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കുകൾ. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുമായി സംവദിക്കാൻ തയ്യാറാണ്. നിങ്ങൾ 1 മണിക്കൂർ ചർച്ച വെച്ചോളൂ. നിങ്ങൾ ഞങ്ങളോട് കാണിച്ചിട്ട പാതകളെ സംബന്ധിച്ച് എണ്ണി പറയാൻ തയ്യാറാണ്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം, ഇത് ജനാധിപത്യമാണ്. ഈ ജനാധിപത്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മാധ്യമങ്ങൾക്കൊരു ധർമ്മമുണ്ട്. ആ മാധ്യമം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, സ്വതന്ത്രമായ നിലപാടായിരിക്കണം, പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുതകൾ ഉണ്ടായിരിക്കണം. ഇന്ന് പോലും ഞാൻ ചോദിക്കട്ടെ, SDPI പ്രകടനം നടത്തിയിട്ടുണ്ട്, അവർക്ക് പ്രകടനം നടത്താം. ഞങ്ങൾ വോട്ട് ചെയ്തവരിൽ SDPIക്കാർ മാത്രമല്ല, ഞങ്ങൾ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നഗരസഭയിൽ ഞങ്ങൾക്ക് 5000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ വോട്ട് കിട്ടണമെങ്കിൽ ഞങ്ങളിലേക്ക് BJPക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളിലേക്ക് CPMകാർ വോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളിലേക്ക് പലരും വോട്ട് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ റിപ്പോർട്ടർ റോഷി പാൽ ഇന്ന് പരസ്യമായി പറഞ്ഞ, നിങ്ങളുടെ ചാനലിലൂടെ പറഞ്ഞ വാചകം ഞാനൊന്ന് വായിക്കട്ടെ, നിങ്ങളത് തിരുത്തുമോ? ഞാനൊന്ന് വായിക്കാം. SDPIയുടെ പിന്തുണ സ്വീകരിക്കാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല UDFന്. ശരിയാണോ നിങ്ങളുടെ വാചകം? നിങ്ങൾ ഇന്ന് ഏറെ ചെയ്ത വാചകമാണ്, നിഷേധിക്കാമോ? ഇവിടെ പാലക്കാട് വിജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് മാത്രം സാധ്യമല്ല. മതേതര SDPI വോട്ട് വേണം, എങ്കിൽ മാത്രമേ പാലക്കാട് പച്ച തൊടാൻ UDFന് കഴിയൂ. നിങ്ങളുടെ റിപ്പോർട്ടർ റോഷി പാൽ പറഞ്ഞതാ. അയാൾക്ക് ആരാതിന് ധൈര്യം കൊടുത്തത്? എന്ത് അധികാരത്തിന് പുറത്ത് അദ്ദേഹം ഇത് പറഞ്ഞത്? മര്യാദ വേണ്ടേ? മാധ്യമപ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ട് എന്തും പറയാവുന്നതാണോ? ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് ഞങ്ങൾക്കറിയാം. നേരം വെളുത്താൽ വൈകുന്നത് വരെ UDFനെതിരായും UDF സ്ഥാനാർത്ഥിക്കെതിരായും നിങ്ങൾ ഓരോ ദിവസവും കിംവദന്തികൾ പ്രചരിപ്പിക്കുകയായിരുന്നു. നിങ്ങളെ ഒരിക്കൽ ഞങ്ങളെ ബോയ്ക്കോട്ട് ചെയ്തതാണ്. ഇതേ സ്മൃതി ഞങ്ങൾക്ക് കത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ചു വീണ്ടും ചർച്ചയിലേക്ക് വന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാവുന്ന സമയമല്ല ഇത്, നമ്മൾ ചർച്ചാ സമയമാണല്ലോ. മാത്രമല്ല ഞങ്ങൾ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല സമാധാനമായിരിക്കും. അല്ലല്ല, അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലേ? നോക്കൂ, ഞങ്ങൾക്ക് പച്ച തൊടണമെങ്കിൽ SDPIയുടെ പിന്തുണ വേണം എന്ന് പറയാൻ റോഷി പാലിനെ ആരാ ചുമതലപ്പെടുത്തിയത്? എവിടുത്തെ റിപ്പോർട്ടറാണ് അദ്ദേഹം? ഒരു മിനിറ്റ് ചാമക്കാല, വിവിധ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു തലം ഈ ചാനലിൽ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചാണ്. റിപ്പോർട്ടർ ചാനലിന് അങ്ങനെ കോൺഗ്രസ് നിലപാടൊന്നുമില്ല. അങ്ങനെ പറയണ്ട, അങ്ങനെ ഒരു നിലപാടൊന്നും പോയിട്ടില്ല. നിങ്ങളുടെ ഗംഭീര വിജയം എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാനുള്ളത് ഞാൻ തന്നെയാണ്. ഞാൻ പറയുക തന്നെ ചെയ്യും. താങ്കൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നില്ല. താങ്കൾക്ക് തീരുമാനിക്കാം. എന്റെ ഭാഗം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ താങ്കൾ നിർത്തിക്കോളൂ, ഞാൻ പോയേക്കാം, എനിക്കൊരു തർക്കമില്ല. ഒന്ന് ആലോചിക്കണേ, വയറ്റിപ്പിഴപ്പായിട്ടുള്ള ജോലിയാണ്. ആ ജോലി വെച്ചുകൊണ്ടാണ് കോൺഗ്രസ്സുകാർക്ക് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഫീമെയിൽ ട്രാൻസ്ലേഷനാണ്. എന്താണോ സതീശൻ പറയുന്നത് അത് സ്റ്റുഡിയോ ഫ്ലോറിലിരുന്ന് പെൺ ശബ്ദത്തിൽ പറയുന്ന ജോലിയാണ് പലപ്പോഴും സ്മൃതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തി ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റോഷിപാൽ എന്ന സ്വന്തം സ്ഥാപനത്തിലെ സഹപ്രവർത്തകൻ SDPI ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ കോൺഗ്രസിലെ ചാമക്കാല വന്ന് ചുവപ്പ് കണ്ട കാളയെപ്പോലെ ഒരു റിപ്പോർട്ടറെ ആക്രമിക്കുമ്പോൾ നിശബ്ദമായി ഇരുന്നു കൊടുക്കുകയാണ്. മുഴുവൻ കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏതെങ്കിലും ഇടതുപക്ഷത്തുള്ളവരാണ് സംസാരിക്കുന്നതെങ്കിൽ സെക്കൻഡ് ഇടപെട്ട ഉപചോദ്യങ്ങൾ, പറയാനുള്ളതിനെ തടസ്സപ്പെടുത്തൽ എന്നീ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ സ്വന്തം സ്ഥാപനത്തിലെ ഒരു സഹപ്രവർത്തകനെ ഈ രീതിയിൽ പറയുമ്പോൾ പൊള്ളലേൽക്കുന്നില്ല. എന്തൊരു വിധേയത്വം, എന്തൊരു സഹനം! ഇതൊക്കെയാണ് യഥാർത്ഥ പരുത്തിക്കുരു. കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യാത്ത കാര്യങ്ങൾ പലതും സ്റ്റുഡിയോ ഫ്ലോറിലിരുന്ന് ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം നിഷ്പക്ഷത ചമഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ ഒറിജിനൽ സ്വഭാവം ഇതാണ്. ഇവരുടെ മുന്നിലൊക്കെയാണ് ഇടതുപക്ഷക്കാർ ചാനൽ ചർച്ചയ്ക്ക് പോകുന്നത്. ഇത്രയും ആവേശപൂർവ്വം ജ്യോതികുമാർ ചാമക്കാല പല കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അവർ അക്ഷമയായി ഇരിക്കുന്നുണ്ടെങ്കിൽ അടിമക്കണ്ണ എന്നല്ലാതെ മറ്റെന്ത് പേര് വേണം പരുത്തിക്കുരുവിനെ വിളിക്കാൻ? ഈ ചർച്ചയിൽ കുറച്ചു നേരം കേട്ടുകൊണ്ടിരുന്നതിന് ശേഷം ആൾക്കാർക്കത് മനസ്സിലാകുമെന്ന് കരുതിക്കൊണ്ട് എക്സിക്യൂട്ടീവ് എഡിറ്ററാണെന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ കൂടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പറയാനുള്ള കാര്യങ്ങളൊന്നും തെറ്റാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയരുത്, പിന്നീട് പറയാമെന്നുള്ള രീതിയിലുള്ള കോംപ്രമൈസ് ചർച്ചയ്ക്കാണ് പരിശ്രമിച്ചത്. ഈ പരുത്തിക്കുരുവിനെ കുറിച്ച് തന്നെയാണ് ആവർത്തിച്ച് ഈ സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു മാധ്യമ പ്രവർത്തകയല്ല,
സതീശന്റെ ചെരുപ്പിന്റെ വാറ് കെട്ടിക്കൊടുക്കാൻ നടക്കുന്ന ജേർണലിസ്റ്റിന്റെ തോലണിഞ്ഞിരിക്കുന്ന ഒരു ഒന്നാം തരം കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്ന് ഉറപ്പിച്ചൂടെ?